അങ്ങേ പിരിയാൻ ആവില്ല നാഥ, അങ്ങോടെനിക്കെന്നും സ്നേഹമാ. അങ്ങേ പിരിയാൻ ആവില്ല നാഥ, അങ്ങോടെനിക്കെന്നും സ്നേഹമാ. കാന്തനാം നാഥ വന്നിടണേ, എന്നെ നിന്നോടു ചേർക്കണേ നിൻ സന്നിധേ. കാന്തനാം നാഥ വന്നിടണേ, എന്നെ ചേർക്കണേ നിൻ സന്നിധേ. ഇല്ലാത്ത ജീവിതം ശൂന്യമാ, നീയില്ലാത്ത നാളുകൾ വ്യർത്ഥമാ. നീയില്ലാത്ത ജീവിതം ശൂന്യമാ, നീയില്ലാത്ത നാളുകൾ വ്യർത്ഥമാ. യേശുവേ അങ്ങേ സ്നേഹിച്ചിടാ, സ്നേഹം നിറയ്ക്കൂ. യേശുവേ അങ്ങിൽ വസിച്ചിടാ, കൃപ ചൊരിയൂ. നീയില്ലാത്ത ജീവിതം ശൂന്യമാ, നീയില്ലാത്ത നാളുകൾ വ്യർത്ഥമാ. നീയില്ലാത്ത ജീവിതം ശൂന്യമാ, നീയില്ലാത്ത നാളുകൾ വ്യർത്ഥമാ. അസാധാരണമായ വീര്യപ്രവർത്തികൾ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അസാധാരണമായ വീര്യപ്രവർത്തികൾ. ചില ശുശ്രൂഷകന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇന്ന് അസാധാരണമായ ചില വീര്യപ്രവർത്തികൾ, അസാധാരണമായ ചില പ്രവർത്തികൾ ദൈവം ചെയ്യും എന്ന് പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല കേട്ടോ, തെറ്റൊന്നുമില്ല. അത് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞ് വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനതൊന്നിനും പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നിനും വിമർശിക്കാറില്ല. ഞാൻ ഈ വചനം അങ്ങനെ പ്രസംഗിക്കും, അത്രേ ഉള്ളൂ. ഒന്നിനും ഞാൻ വിമർശിക്കത്തില്ല. ആ വചനത്തിൻ്റെ ആഴത്തിൻ്റെ അർത്ഥം ഗ്രഹിപ്പിക്കാൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അസാധാരണമായ പ്രവൃത്തി, അസാധാരണം. അപ്പോസ്തലൻ പൗലോസ് അസാധാരണമായ പ്രവൃത്തി ചെയ്യിപ്പിച്ച, അല്ലെങ്കിൽ പൗലോസിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് എതിർപ്പുകളുടെ നടുവിൽ, ആ എതിർപ്പിൻ്റെ മധ്യത്തിൽ പൗലോസ് ഏകദേശം 2 വർഷത്തോളം താമസിച്ച ഒരു സ്ഥലത്ത് ആ എതിർപ്പിനെ മറികടക്കാൻ ദൈവം തന്നിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു. സ്തോത്രം. നമുക്കതറിയാം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസ് ശക്തമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു അഭിഷിക്ത ദൈവദാസനാണ്. സ്തോത്രം. ഒരുപാട് പേര് പറയാറുണ്ട് അഭിഷിക്തൻ എന്ന് നമ്മൾ പറയാൻ പാടില്ല. ചില ആൾക്കാർ ഇങ്ങനെ പറയാം, പക്ഷെ അഭിഷിക്തൻ ഒന്നും പറയാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ പറയുന്നതാണ് അഭിഷിക്തൻ കർത്താവ് മാത്രമുള്ളതെന്ന്. അത് നിങ്ങൾക്ക് കൂടുതൽ പഠനം നടത്തി കഴിയുമ്പോഴേ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാകും. ഒരാളെ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നത് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ്. അത് അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നതിൽ മലയാളത്തിലെ അർത്ഥം എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. സ്തോത്രം. അവരൊരു അഭിഷേകം പണ്ണപ്പെട്ടവർ എന്ന് തമിഴ് പറയും. അഭിഷേകം, അവർ കർത്താൽ അഭിഷേകം പണ്ണപ്പെട്ട ഊഴിയക്കാരൻ, അവരവരുടെ ബഹുമാനത്തിൽ വിളിക്കുന്നതാണ്. നമുക്ക് പിന്നെ ആരെയും ബഹുമാനിക്കാൻ താല്പര്യമില്ല, അതാ വേറെ പ്രശ്നം. ആരും ആരെയും ബഹുമാനിക്കാൻ പാടില്ല. അത് നമ്മുടെ ഒരു കുഴപ്പമാണ്, നമ്മുടെ ഒരു പ്രശ്നമാണത്. ബഹുമാനം. എൻ്റെ പ്രിയരെ, ദൈവത്തെ ദൈവമെന്നോർത്ത് ബഹുമാനിക്കണം, ദൈവമെന്നോർത്ത് ഭയപ്പെടണം, ദൈവമെന്നോർത്ത് അവർ സ്തുതി കരയറ്റണം. ആ ദൈവത്തിന് കൊടുക്കുന്ന വാല്യൂ മനുഷ്യന് കൊടുക്കരുത്, അത്രേ ഉള്ളൂ. അപ്പം മനുഷ്യന് കൊടുക്കേണ്ട വാല്യൂ എല്ലാം കൊടുത്തേ പറ്റൂ. സ്തോത്രം. ഞാൻ പണ്ടൊരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ,
ചിലര് ചിലരെ അത് വലിയൊരു വിവാദം ഉണ്ടാക്കിയ പ്രഭാഷണം കൂടെയായിരുന്നു എൻ്റെ. കാരണം ഇപ്പം പാസ്റ്റർമാർ ചിലരെ വിളിക്കാറുണ്ട്. എന്നെ ഇപ്പോൾ സ്നേഹത്തോടെ എന്നെ വിളിക്കുന്നുണ്ട് ബാബു. എൻ്റെ വീട്ടിലെ പഴയ പേര്, വീട്ടിലെല്ലാവരും വിളിക്കുന്നത് ബാബു എന്നാണ്, ബാബു. അപ്പം അന്ന് തൊട്ട് എന്നെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അവരെന്നെ ബാബു ബ്രദർ എന്ന് വിളിക്കും. എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷെ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മളെല്ലാം ക്രിസ്തു സഹോദരന്മാരല്ലേ എന്നും പറഞ്ഞ് ഞാൻ ഇത്ര കാലം 10-30 വർഷമായിട്ട് ഞാൻ കർത്താവിൻ്റെ കാര്യമില്ല. എന്നെ നിങ്ങൾ ബാബു ബ്രദർ എന്ന് വിളിക്കുന്നതിന് എനിക്കൊരു പണക്കവും ഇല്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ഒരു പ്രസംഗമാണ്, അദ്ദേഹം പറഞ്ഞത്, പാസ്റ്റർ അങ്ങനെ നിങ്ങളെ ബാബു ബ്രദർ എന്ന് വിളിക്കുന്നതിന് തെറ്റില്ല, പക്ഷെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നിങ്ങളെ ബാബു ബ്രദർ എന്ന് വിളിക്കരുത്. നിങ്ങളൊരു ശുശ്രൂഷകനാണെന്നുള്ള ബോധം ആ വിളിക്കുന്ന പാർട്ടിക്കും ഉണ്ടാകണം. അവിടെ നിങ്ങളെ ബഹുമാനിക്കേണ്ട വിധത്തിൽ ബഹുമാനിച്ച് തന്നെ വിളിക്കാൻ പാടുള്ളൂ. 10 പേരുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ ബഹുമാനിച്ച് തന്നെ വിളിക്കും. നിങ്ങൾ തനിയെ സംസാരിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഞാനിപ്പോൾ എന്നെ ഇപ്പോൾ ഒരാൾ ബാബു ബ്രദർ എന്ന് വിളിച്ചു, ഞാൻ തിരിച്ച് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് എന്നാ ബ്രദറെ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? അതെൻ്റെ വിവരക്കേടെന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ആരെയും വിളിക്കത്തില്ല. സ്തോത്രം, അങ്ങനെ വിളിക്കത്തില്ല. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ബഹുമാനം കൊടുക്കേണ്ടവർക്കെല്ലാം ബഹുമാനം കൊടുക്കണം പ്രിയരെ. നമുക്കതിനകത്തൊന്നും വീട് പോകാനൊന്നുമില്ല, ഒന്നുമില്ല. ബഹുമാനം കൊടുക്കേണ്ടവർക്കെല്ലാം ഞാൻ എല്ലാവരെയും ബഹുമാനിക്കും, എല്ലാവരെയും. അത് നിങ്ങൾ ഇപ്പം എന്നെക്കാളും എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഇറങ്ങിയ വ്യക്തിയാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ ഒരു ശുശ്രൂഷകൻ എന്ന രീതിയിലേ ഞാൻ അദ്ദേഹത്തെ കാണുള്ളൂ. ഇനി ബൈബിൾ കോളേജിലൊക്കെ ഞാൻ ഇടയ്ക്ക് ശുശ്രൂഷകൾക്ക് പോകാറുണ്ട്. ആ സമയത്ത് അവിടെ നമ്മൾ പഠിക്കുന്ന പിള്ളേരെന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ അവരെയും ഒരു ശുശ്രൂഷകനായി കണ്ടുകൊണ്ടാണ് ഞാൻ അവരോട് ബിഹേവ് ചെയ്യാറുള്ളത്. കാരണം ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം നമ്മൾ ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങണം. അല്ലാതെ എന്നാണ്ട് ദാനിയേലേ എന്നാ ഉണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സന്തോഷമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ബഹുമാനം കൊടുക്കണം. പ്രത്യേകിച്ച് മറ്റുള്ള ബഹുമാനിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് പുറകില സ്തോത്രം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനായിരിക്കും അത്, പക്ഷേ ഇപ്പം വേവ്കുടി ഇങ്ങോട്ട് കയറി വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്നൊന്നും പറഞ്ഞേക്കല്ലേ. അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്, അദ്ദേഹം പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ആളാണ്. അങ്ങനെ ചിന്തിച്ചു വേണം നിങ്ങളവരെ ബഹുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വചനഭാഗത്തിൽ കിടക്കുകയാണ്. അസാധാരണമായ ദൈവപ്രവൃത്തി പൗലോസിലൂടെ ഉണ്ടായി. ദൈവം വൻകാര്യങ്ങളെ ചെയ്യിച്ചു. സ്തോത്രം. ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ റുമാലും ഉത്തരിയും ഒക്കെ രോഗികളെ മേൽ കണ്ടോ പ്രവർത്തികളെ ചെയ്യിക്കാൻ അവൻ്റെ മെയ്മേൽ നിന്ന് റുമാലും ഉത്തരിയും രോഗികളുടെ മേൽ ഇടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ഉണ്ടോ. ഒരു അസാധാരണമായ ദൈവപ്രവർത്തികൾ എന്നിൽ നിങ്ങളുണ്ടെന്നേ, എന്നിൽ നിങ്ങളുണ്ട്. നമ്മൾ നമ്മുടെ ഈ സർക്കിളിൽ, നമ്മൾ താമസിക്കുന്ന ആ സർക്കിളിൽ ആ അസാധാരണമായ ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് ഇതുപോലുള്ള ചില ബഹുമാനം കൊടുക്കാത്ത ആളുകൾ നിമിത്തമാണ് അവിടെ ദൈവപ്രവൃത്തി നടക്കാത്തത്. സ്തോത്രം. ഞാൻ ഓപ്പണാക്കി പറയാം, എൻ്റെ പ്രിയരെ, എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാനൊരു സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് ചെന്ന സമയത്ത് കുറച്ച് ദിവസം ഞാൻ അവിടെ ഉണ്ട്, 10-20 ദിവസത്തോളം ഞാൻ അവിടെ ഉണ്ട്. ആ സമയത്ത് നിങ്ങൾക്കറിയാലോ, ഞാൻ ഈ ജുബയാണ് ഇടുന്നത്. ഈ ജുബ ഇടാൻ തുടങ്ങിയിട്ട് 10-24 വർഷമായി, 25 വർഷത്തിന് മേലെയായി. അപ്പം ഷർട്ട് ഞാൻ അങ്ങനെ ഇടാറില്ല, ഈ ജുബ ഇട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും ഇത് തന്നെയാണ്. അപ്പം ഞാൻ ഒരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് എൻ്റെ ജുബ മുഴുവൻ വേർത്തു, ഇങ്ങനെ നനഞ്ഞിരിക്കുക. അത് ഞാൻ കഴുകി അവിടെ കഴുകാൻ ഏൽപ്പിച്ചു. അവിടെ കഴുകാൻ സംവിധാനമുണ്ട്, ആ കഴുകാൻ ഏൽപ്പിച്ചു. അവർ കഴുകി 2-3 ജുബ ഉണക്കാനിട്ടിരിക്കുക. സ്തോത്രം. മീറ്റിംഗ് കഴിഞ്ഞു, ആൾക്കാരെല്ലാം വീട്ടിൽ പോയി. വൈകിട്ടത്തെ മീറ്റിങ്ങിന് വന്നു. അപ്പോൾ ഈ ജുബ കിടപ്പുണ്ട്. വൈകിട്ടത്തെ മീറ്റിങ്ങിന് ഭയങ്കര ജനമായിരുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ഉടനെ ഞാൻ എന്നാൽ പിന്നെ നാളത്തേക്ക് ഇടാൻ ജുബ എടുക്കാൻ പോലെ താഴോട്ട് ചെന്നു. ജുബ എടുക്കാൻ ചെന്നപ്പം ഒറ്റ തുണി അവിടെ ഇല്ല, ഒറ്റ തുണിയില്ല. അപ്പം ഞാൻ അവിടെ തുണി അലക്കിയിട്ട് അമ്മച്ചിയോട് ചോദിച്ചു, എൻ്റെ തുണി, അവരുടെ ഭാഷയിൽ ഞാൻ അവരോട് ചോദിച്ചു, എൻ്റെ തുണി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ അതകത്തെടുത്ത്? അവർ പറഞ്ഞു, എൻ്റെ ഭാഷ ഞാനും അതാ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ആ തുണി 3 ഇവിടെ ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞോണ്ട് ഒറ്റ ഒരെണ്ണം കണ്ടില്ല, ആൾക്കാർ പൊക്കി കൊണ്ടുപോയെന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അതങ്ങനെ കൊണ്ടോ? ഞാൻ ഒരു തുണി അവർ നോക്കി നിൽക്കുമ്പോൾ എടുത്തിട്ട് പോകുന്നത്.
അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് പാസ്റ്ററിൻ്റെ തുണിയല്ലേ, ഞങ്ങൾക്ക് വല്ല അസുഖമൊക്കെ വരുവാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾക്കിത് അസുഖം വരുമ്പോൾ ദേഹത്തോട്ടിട്ടാൽ സൗഖ്യം കിട്ടും എന്ന് വിശ്വസിച്ചെടുത്തിട്ട് പോയതാണ്. സ്തോത്രം. എൻ്റെ പ്രിയരെ, ഞാനിതിനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതാണ്ട് വലിയ ടീമാണെന്ന് പറയാൻ വേണ്ടിയല്ല. ഇത് നിങ്ങൾ പോയി ഇതുപോലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ശുശ്രൂഷിച്ചാൽ നിങ്ങളുടെ ടവൽ നാട്ടുകാരെടുത്തണം. കാരണം നിങ്ങളിൽ നിന്ന് ദൈവശക്തി പുറപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുണ്ടെങ്കിൽ, അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മളല്ല കൊടുക്കുന്നത്, ദൈവം ചെയ്യുന്നതാണ്. സ്തോത്രം. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു രോഗി സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ചാലകമായെന്ന് മാത്രമേ ഉള്ളൂ. അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്നും നടക്കുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം. അസാധാരണമായ ദൈവപ്രവൃത്തി ഇന്ന് നടക്കുന്നുണ്ട്. എനിക്കിതുപോലെ പറയാൻ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഒരിക്കൽ ഞാൻ ഉപയോഗിക്കുന്നൊരു പേന ഒരു സ്റ്റീലിൻ്റെ പേനയാണ്. അത് ഞാൻ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും. കാരണം ഒരു പേനയും കാണും, ഒരു ഇതുപോലത്തെ മഞ്ഞ കളറ് അല്ലെങ്കിൽ ബ്ലൂ കളറിലുള്ള ഒരു കെട്ട് പേപ്പറും എൻ്റെ കയ്യിലുണ്ടാകും. എപ്പോൾ ഇതിൽ യാത്ര ചെയ്താലും എൻ്റെ കയ്യിലുണ്ടാകും. പെട്ടെന്നായിരിക്കും ദൈവശബ്ദം എനിക്കുണ്ടാകുന്നത്. ആ സമയത്ത് ഞാനത് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ ഈ പേന എൻ്റെ കയ്യിൽ ഫുൾ ടൈമുണ്ട്. വിദേശത്തു നിന്നൊക്കെ വരുന്നവർ എന്നോട് ചോദിക്കും, പാസ്റ്റർ എന്നാ കൊണ്ടുവരണ്ടേ, സ്പ്രേ വേണോ അല്ലെങ്കിൽ ബനിയം വേണോ, എന്താ വേണ്ടത്, പാസ്റ്റർ ടീഷർട്ടല്ലേ ഇടുകയുള്ളൂ, ടീഷർട്ട് വേണോ? ഞാൻ പറയാം എനിക്കൊന്നും വേണ്ട, എനിക്കൊരു പേന കൊണ്ട് തന്നാൽ മതി. അങ്ങനെ ഞാൻ പലരും പേന കൊണ്ട് തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പം ഞാൻ ഈ പേന വെച്ച് എഴുതുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഞാൻ മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഞാൻ ഈ പേന കഴിഞ്ഞ് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഉടനെ അവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പ്രാർത്ഥിക്കാൻ വന്നു മുമ്പിൽ. അവൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററുടെ ആ പേന എനിക്ക് പ്രാർത്ഥിച്ചു തരുമോ, എനിക്ക് പരീക്ഷ എഴുതാൻ. ഞാൻ പറഞ്ഞു എന്നാ തരാമല്ലോ. ഞാൻ ആ പ്രാർത്ഥിച്ച പേന അവന് കൊടുത്തു. അവൻ്റെ വിശ്വാസമാണ്, അവൻ്റെ വിശ്വാസം. സ്തോത്രം. അവന് പരീക്ഷ പാസ്സായി, അവൻ ഇൻ്റർമീഡിയറ്റും കഴിഞ്ഞ് ഇപ്പം വേറൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മിൽ നിന്ന് ദൈവം ചെയ്യാൻ പോവാം. വിശ്വസിക്കാൻ പറ്റുമോ? ഒരുപക്ഷെ നിങ്ങളുടെ ടവല്, നിങ്ങളുടെ പേന, എൻ്റെ ചെരുപ്പ്, എൻ്റെ ഷൂ വരെ എടുത്തുകൊണ്ട് പോയി. പ്രിയരെ, എൻ്റെ ഷൂ വരെ കൊണ്ടുപോയി. സ്തോത്രം. സ്തോത്രം. ആമേൻ. ഞാനിത് പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കാവുള്ളേ. സ്തോത്രം. ഇത് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ കൂടെ ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതെല്ലാം പറഞ്ഞു വരുന്നത്. അനുഭവം ഉണ്ടല്ലേ പറയാൻ പറ്റുള്ളൂ, അനുഭവമില്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, നിങ്ങൾ കൂടി അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കും. സ്തോത്രം. അതിനെന്നാ ചെയ്യേണ്ടതല്ലേ? ഒന്നും ചെയ്യണ്ട, ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങ് വീണ് കൊടുത്താൽ മതി. കർത്താവേ, ഞാനൊന്നുമില്ല, വട്ടപൂജ്യമാണ്, ഞാൻ വട്ടപൂജ്യമാണ്. അങ്ങനെ പറയുന്നവനെ ദൈവം ഉപയോഗിക്കുള്ളൂ കേട്ടോ. ഞാൻ എന്താണ്ട് വലിയ സെറ്റപ്പാന്ന് പറഞ്ഞ് നടക്കാന്നേ ഉള്ളൂ, ഒന്നും നടക്കുകയില്ല. ഞാൻ എപ്പോഴും ഇന്ന് രാവിലെയും കൂടെ പ്രാർത്ഥിക്കാൻ ഈ സ്റ്റുഡിയോയ്ക്കകത്തിട്ട്, അവൻ മെസ്സേജിന് മുമ്പ് ഞാൻ ഈ സ്റ്റുഡിയോയ്ക്കകത്ത് മുട്ടയിൽ നിന്നൊരു പ്രാർത്ഥനയുണ്ട്. സ്റ്റുഡിയോ എന്നൊന്നും പറയാനില്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ 2ാം നിലയുടെ മുകളിലുള്ള ഒരു മുറിയാണ്. അതിനകത്താണ് ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ സന്ദേശം നൽകുന്നത്. അപ്പം ഞാൻ അതിനകത്ത് ഇങ്ങനെ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഈ സന്ദേശം നൽകുന്നത്, ഓരോ സന്ദേശം നൽകുന്നത്. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, കർത്താവേ, ഞാനൊന്നുമില്ല, വട്ടപൂജ, ഗ്രൗണ്ട് സീറോയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് സന്ദേശം തയ്യാറാക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ അന്ത്യകാലത്ത് ദൈവം നിങ്ങളെ കണ്ടിരിക്കുക. അസാധാരണമായ ഒരു വീര്യപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങളിലൂടെ നിങ്ങളെ നിന്ദിക്കുന്നവരെ കൊണ്ട് തന്നെ, സ്തോത്രം, അവരുടെ വാഗോണ്ട് തന്നെ പറയും നിങ്ങൾ ആരാണെന്ന്. അസാധാരണ ദൈവപ്രവൃത്തി ദൈവം നിങ്ങളെ കൊണ്ട് ചെയ്യിക്കും. ഞാൻ നിങ്ങളോട് രാവിലെ പ്രാർത്ഥിക്കാൻ പോയി, എനിക്കൊരു പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവെ, എന്നെ ഉപയോഗിക്കണമേ എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ ഈ നിമിഷം നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോയി. കണ്ണുകളച്ചു പ്രാർത്ഥന. നല്ല ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വരികയാണ്. കർത്താവെ, ഈ അന്ത്യകാലത്ത് ഈ വാത്സല്യമുള്ള ചെറുപ്പക്കാരനെ, ഈ ചെറുപ്പക്കാരിയെ, ഈ ശുശ്രൂഷകനെ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ
ദൈവപ്രവർത്തിക്കായി അവരെ ആ നാട്ടിൽ നിന്ന് പറിച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക. മറ്റു പലയിടങ്ങളിലും അവർ കടന്നു ചെന്ന് അവരിലൂടെ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. അവിശ്വസിക്കുന്നവരുടെ നടുവിലല്ല, വിശ്വസിക്കുന്നവരുടെ നടുവിൽ അത് വലിയ പ്രവൃത്തിയായി മാറട്ടെ. ഞാൻ രാവിലെ സമയം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന ഞാൻ കേട്ട നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, അപ്പോസ്തലനായ പൗലോസ് 19-ാം അധ്യായത്തിലാണ്, അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളാണ്. സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അതിൻ്റെ 12-ാം വാക്യം തീരുന്നത് തന്നെ ഇങ്ങനെയാണ്. സ്തോത്രം. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ജയിക്കാൻ അവൻ്റെ മെയ്മേൽ നിന്ന് റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും. കണ്ടോ, ഇതൊന്നും പൗലോസ് ചെയ്തതല്ല, പൗലോസിലുള്ള ആത്മശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആളുകൾ അവർ ചെയ്ത കാര്യമാണ്. സ്തോത്രം. അപ്പം ഞാനും നിങ്ങളും ആത്മശക്തിയിൽ ഇങ്ങനെ കത്തി നിന്നാൽ മതി കേട്ടോ. നമ്മുടെ അടുക്കൽ വന്ന ആൾക്കാർ ചിലപ്പോൾ ചെരുപ്പ് എടുത്തുകൊണ്ട് പോകും, ചിലപ്പോൾ ടവൽ എടുത്തുകൊണ്ട് പോകും, ചിലപ്പോൾ പേന എടുത്തുകൊണ്ട് പോകും. എൻ്റെ സ്തോത്രം, എൻ്റെ ഡയറി കൊണ്ട് ഒരാൾ പോയി. സ്തോത്രം. ഒരുപാട് അവരെല്ലാം ആത്മശക്തി വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത് വിശ്വസിക്കാത്ത ഒരുപാട് ആൾക്കാർ, ഒരു കോടി ആൾക്കാർ കൂട്ടിക്കും. വിശ്വസിക്കുന്ന 1000 എണ്ണം ഉണ്ടോ മതി. സ്തോത്രം. അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അമാന്തിച്ച് നിൽക്കരുത്. ഈ അന്ത്യകാലത്ത് ദൈവം നിങ്ങളെക്കുറിച്ച് ചെയ്യുന്ന പദ്ധതികൾ ഭയങ്കരമാണ്. അതുകൊണ്ട് വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.